കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും അടക്കമാണ് റെയ്ഡ് നടക്കുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് EDയുടെ റെയ്ഡ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനിലേക്ക്. ഗൗതമിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇവിടെ SDPIയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത്. പാളയത്തെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര സമയമായി റെയ്ഡ് തുടങ്ങിയിട്ട്? ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലഭിച്ച വിവരമനുസരിച്ച് രാവിലെ 10 മണിയോടെയാണ് ഇവിടെ റെയ്ഡ് ആരംഭിച്ചത്. 7ഓളം ED ഉദ്യോഗസ്ഥരും അവർക്ക് സുരക്ഷയായി 20ഓളം വരുന്ന CRPF ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. 3-4 വാഹനങ്ങളിലായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയത്. അവർ ടാക്സി വാഹനങ്ങളിലായിരുന്നു പരിശോധനയ്ക്കായി എത്തിയത്. അതിനൊപ്പം തന്നെ സംസ്ഥാന പോലീസിനെയോ സംസ്ഥാന ഇന്റലിജൻസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഒന്നും ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ നൽകാതെയാണ് ഈ പരിശോധന ആരംഭിച്ചത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളും പരിശോധനകളും SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ റെയ്ഡുമായി ED മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ 12ഓളം കേന്ദ്രങ്ങളിൽ കേരളത്തിൽ 3ഇടത്തായി ഇപ്പോൾ റെയ്ഡ് തുടരുന്നു. എന്തായാലും കൂടുതൽ SDPI പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു വശത്ത് അവർ കൂട്ടം കൂടി നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകളാണ് കഴിഞ്ഞ ദിവസം ED നടത്തിയത് എന്നുള്ളതാണ്. ED നടത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് സാമൂഹ്യ സംഘടന എന്ന രീതിയിൽ ഇസ്ലാമിക മൂവ്മെന്റും ജിഹാദുമാണ് SDPI ലക്ഷ്യമിട്ടത് എന്നുള്ളതായിരുന്നു EDയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ട് അത് SDPIക്ക് ലഭിച്ചെന്നുള്ള കണ്ടെത്തലുകൾ. അങ്ങനെ ഗുരുതരമായ നിരവധി കണ്ടെത്തലുകളും ആരോപണങ്ങളുമാണ് ED SDPIക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഈ ആരോപണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പരിശോധന ഇവിടെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോടും ചെന്നൈയിലും ബാംഗ്ലൂരിലുമെല്ലാം സമാനമായ രീതിയിലുള്ള പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ നിന്ന് കണ്ടെത്തുന്ന എന്ത് തെളിവുകളും രേഖകളും ഒക്കെ എന്തായാലും ഈ വിഷയത്തിൽ തുടർ അന്വേഷണങ്ങൾക്കുമൊക്കെ നിർണായകമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു വശം നമുക്കിപ്പോൾ കാണാൻ കഴിയും. SDPI പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടുന്നുണ്ട്. അവർ അല്പസമയം മുൻപ് ഈ റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥരോട് തങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു ഓഫീസ് സെക്രട്ടറി മാത്രമാണ് ഉള്ളത് എന്നായിരുന്നു അവർ പറഞ്ഞത്. പിന്നീട് ഒരു സംസ്ഥാന സമിതി അംഗത്തെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ അനുവാദം നൽകി. ബാക്കി പ്രവർത്തകരോട് അവിടെ നിന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും ഈ റെയ്ഡ് നടക്കുന്നതിന്റെ കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിന്റെ അവിടെ ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിൽപ്പുണ്ട്. SDPI പ്രവർത്തകർ ഒരു വശത്ത് മാറി അവർ കൂട്ടം കൂടിയും നിൽപ്പുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ മലപ്പുറത്തെ SDPI ഓഫീസിലും റെയ്ഡ് തുടരുകയാണ്. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, PFI ഫണ്ട് SDPIയിലൂടെ ചെലവഴിക്കാൻ ശ്രമം നടന്നു. PFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ രാജ്യത്തെ ഞെട്ടിക്കുന്ന പലവിധ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, കഴിഞ്ഞ 4 മണിക്കൂറോളമായി മലപ്പുറത്തെ SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ED റെയ്ഡ് നടത്തുന്നുണ്ട്. ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. EDയുടെ ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. വിവിധ രേഖകളടക്കം ആണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. PFIയുമായി ബന്ധപ്പെട്ട PFI വഴി SDPIയിലേക്ക് പണം പോയിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ നിരവധി തവണ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ SDPIയുടെ ഓഫീസിലടക്കം അപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ 12ഓളം ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലടക്കം ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. കേരളത്തിൽ മലപ്പുറത്തും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുമാണ് റെയ്ഡ് നടക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ മലപ്പുറത്ത് റെയ്ഡ് നടത്തുന്നത്. കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിലാണ് റെയ്ഡ്. നിരവധി രേഖകളടക്കം ഇവിടെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് ഒരു നിരോധിത സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് വഴി നിരവധി തവണ ഗൾഫ് നാടുകളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് വിദേശത്തു നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു ഫണ്ട് SDPIയിലേക്ക് എത്തിയിട്ടുണ്ട്. SDPI ഒരു നിരോധിത സംഘടനയല്ല. PFIയുടെ ഒരു രാഷ്ട്രീയ മുഖം കൂടിയാണ് SDPI. പക്ഷേ SDPIയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് വഴി നിരവധി തവണ ഫണ്ടുകൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്കുകളും അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളും എല്ലാം തന്നെ ED ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കോടതിയിലടക്കം സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ തന്നെയാണ് കോടതി
ഹൈക്കോടതിക്ക് അടക്കം സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കൂടുതൽ തെളിവുകളും അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങളും ശേഖരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായുള്ള ഇത്തരത്തിലുള്ള ഒരു മിന്നൽ റെയ്ഡ് ഇഡിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിനോ അല്ലെങ്കിൽ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ടാക്സി കാറുകളിൽ എത്തിയാണ്, 4 ടാക്സി കാറുകളിൽ എത്തിയാണ് മലപ്പുറത്തെ ഇഡിയുടെ ഉദ്യോഗസ്ഥർ നമ്മളിപ്പോൾ കാണുന്നത് ഈ റെയ്ഡ് നോക്കിക്കാണുന്ന SDPIയുടെ പ്രവർത്തകരെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു ജനക്കൂട്ടമല്ല അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്. വളരെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയും PFIയുടെ മുൻനിര നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ വളരെ കൃത്യമായ ഇടപെടൽ നടത്തി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു തരത്തിലും പുറത്തു കടക്കാനാകാത്ത വിധത്തിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങേയറ്റം കർശനമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ആ റെയ്ഡുമായി ബന്ധപ്പെട്ട പുറത്തൊക്കെ നിൽക്കുന്നുള്ളൂ? സാധാരണഗതിയിൽ ഇത്തരത്തിൽ PFI ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ SDPIയുടെ ഓഫീസിലേക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സർക്കാർ നടപടി, സർക്കാർ സംവിധാനം എത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി വലിയ പ്രതിഷേധം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ആ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലപ്പുറത്ത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം, മുൻപ് ഇത്തരത്തിൽ EDയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ പരിശോധന നടക്കുന്ന സമയത്ത്, EDയുടെ അടക്കം പരിശോധന നടക്കുന്ന സമയത്ത് നൂറുകണക്കിന് SDPI പ്രവർത്തകരും അതോടൊപ്പം തന്നെ അന്ന് PFIയെ നിരോധിച്ചിരുന്നില്ല. PFIയുടെ പ്രവർത്തകരും അടക്കം ആ സ്ഥലത്ത് പരിശോധന നടത്തുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഏറെ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്ന കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു. പലപ്പോഴും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകളടക്കം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും മറ്റ് അന്വേഷണ സംഘങ്ങളും എല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കൃത്യമായി ഇത് പരസ്യമായി തന്നെ ഇപ്പോൾ രംഗത്ത് വരാത്തത്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതിനോ ആ രീതിയിലൊരു പ്രതിഷേധങ്ങൾക്ക് പരസ്യമായി തന്നെ രംഗത്ത് വരാതിരിക്കാൻ കാരണം കൃത്യമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകളും കൃത്യമായ വിവരങ്ങളും എല്ലാം തന്നെ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് PFIയെ നിരോധിച്ചത്. പക്ഷേ പിന്നീട് PFI നിരോധനത്തിന് ശേഷവും SDPIയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. PFI നേതാക്കളും അതോടൊപ്പം തന്നെ PFIയുടെ മറ്റ് പ്രവർത്തകരും എല്ലാം തന്നെ. ശിവദാസ്, രാജ്യത്തെ 12 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് നടക്കുന്നത്. SDPI ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ന്യൂഡൽഹിയിലടക്കം 12 കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ന്യൂഡൽഹിയിലടക്കം 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. റെയ്ഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? SDPIയുടെ അഖിലേന്ത്യാ ഓഫീസിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുകയാണ്. ഗൗതം, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഏതെങ്കിലും വിധത്തിലുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? നീലിമ, ഈ രാജ്യ തലസ്ഥാനത്തെ SDPIയുടെ പ്രധാനപ്പെട്ട ഓഫീസ് ഓഖലയിലെ ഓഫീസിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ ലക്നൗ, അതുപോലെ തമിഴ്നാട്ടിലെ ചെന്നൈ, കർണാടകയിലെ ബാംഗ്ലൂർ തുടങ്ങി രാജ്യത്തെ 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധന നടന്നത്. കൂടാതെ കേരളത്തിൽ തിരുവനന്തപുരം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലും SDPIയുടെ ഓഫീസുകളിൽ പരിശോധന നടന്നിരിക്കുന്നു. തീർച്ചയായും ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവമായി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിശോധന. ഒരുപക്ഷെ സമീപ ദിവസങ്ങളിൽ തന്നെ SDPIയെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പോലും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുന്നോടിയായി സമാനമായ രീതിയിൽ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശാലമായ റെയ്ഡുകൾ നടത്തുകയും അവരുടെ മുൻനിര നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഭീകര സംഘടനയെ നിരോധിച്ചത്. ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ മുഖമായ SDPIക്കെതിരെയും സമാനമായ രീതിയിലുള്ള റെയ്ഡുകൾ അവരുടെ ഓഫീസിൽ നടക്കുന്നു. 2 ദിവസം മുമ്പ് ഇവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കടുത്ത നടപടി SDPIക്ക് മേൽ കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത്. നീലിമ.